Yes. എല്ലാവരും അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തോ? ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ഇനി കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാട്ടോ. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചിട്ട് പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസും അതേപോലെ തന്നെ സൈറ്റ് ഹാങ് ആവുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആരെങ്കിലും കൊടുക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, എല്ലാവരും സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷനിലായില്ലേ? നമുക്ക് ഏകദേശം എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 2 months ആണുള്ളത്. അപ്പം വളരെ എഫിഷ്യൻ്റ് ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും പോവേണ്ട ഒരു പീരീഡും കൂടിയാണ്. ഡൗട്ടും കാര്യങ്ങളും അതേപോലെ തന്നെ ഇത് പഠിച്ചിട്ട് വീണ്ടും PYQ ഒക്കെ ചെയ്യുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവുക, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസുകൾ ഉണ്ടാവും. ബട്ട് അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ ലേൺ ചെയ്ത് പോവുക എന്നുള്ള കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ വന്നോളും, മാർക്കും കാര്യങ്ങളൊക്കെ കൂടിക്കോളും. അതേപോലെ തന്നെ നെറ്റും JRF എന്നുള്ള ആ ഒരു സംഭവമൊക്കെ കിട്ടണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇനി പഠിച്ചിട്ട് പോവാട്ടോ. ഓക്കെ, നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്താലോ. ഇന്നലത്തെ ICTയുടെ ഡെയിലി ടെസ്റ്റ് PYQ ആണ്. ആ ഡെയിലി ടെസ്റ്റിന്റെ ഡിസ്കഷൻസ് ആണ് പോകുന്നത്. സോ എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? ഓപ്ഷൻ എ ലൈറ്റ് വേവ്സ്, ഓപ്ഷൻ ബി മൈക്രോവേവ്സ്, ഓപ്ഷൻ ബി ഇൻഫ്രാറെഡ് വേവ്സ്, സോറി, ഓപ്ഷൻ സി ഇൻഫ്രാറെഡ് വേവ്സ്, ഓപ്ഷൻ ഡി റേഡിയോ വേവ്സ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ബിൽ. ഓക്കെ, അപ്പൊ കുറച്ച് നമ്മളുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ICT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, ഇത് ആക്ച്വലി ഫ്രം ദ PDE ആണ്, പീപ്പിൾ ഡെവലപ്പ് എൻവറോൺമെന്റ് എന്നുള്ളതാണ്. ബട്ട് എന്താണ് കാറ്റഗറൈസ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. സോ അതിൽ ക്വസ്റ്റ്യൻ ഉള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഫ്രീക്വൻസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഫ്രം ദ സ്മോളസ്റ്റ് ഫ്രീക്വൻസി എന്ന് അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിലേക്കുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സോ മാക്സിമം എല്ലാവരും ആൻസർ പറയാം. ഓക്കെ, അറിയുന്ന ആൾക്കാരൊക്കെ മാക്സിമം എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലുള്ള ഫ്രീക്വൻസി? ഓപ്ഷൻ എ ലൈറ്റ് വേവ്സ്, ബി മൈക്രോവേവ്സ്, സി ഇൻഫ്രാറെഡ് വേവ്സ് ആൻഡ് ഡി റേഡിയോ വേവ്സ്. ഓക്കെ, നമ്മളുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ അന്തരീക്ഷത്തിൽ നമ്മുടെ വാക്യൂം വഴിയൊക്കെ എന്താണ് നമ്മുടെ ലൈറ്റ്നിങ് ഒക്കെ വഴിയായിട്ട് ഉണ്ടാകുന്ന ഒരുപാട് വേവ്സുകളുണ്ട്, ഇലക്ട്രിക് മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരുപാട് വേവ്സുകൾ. അതിൽ വരുന്ന വേവ്സുകളാണ് മൈക്രോവേവ്സും ലൈറ്റ് വേവ്സും റേഡിയോ വേവ്സും. ഓക്കെ, ഗാമ വേവ്സ്, അൾട്രാ വയലറ്റ് വേവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേവ്സുകളുണ്ട്. സോ അതിന്റെ ഒരു ഫ്രീക്വൻസി ആണ്, അതിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനുള്ള ഫ്രീക്വൻസി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ എ തന്നെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, എ തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റേഡിയോ വേവ്സ്, പിന്നെ മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സും ലൈറ്റ് വേവ്സും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മേജർ ആയിട്ടും 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളാണ് നമ്മളുടെ യൂണിവേഴ്സിലുള്ളത്. 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളാണ്. നമുക്ക് ഓരോന്നും നമുക്ക് അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഫ്രീക്വൻസിന്റെ ഓർഡർ പോവാന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള മേജർ ആയിട്ടും ഈ 4 കാര്യങ്ങളാണ്: റേഡിയോ വേവ്സ്, മൈക്രോവേവ്സും ഇൻഫ്രാറെഡ് വേവ്സും വിസിബിൾ ആയിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ വേവ് ലെങ്ത്തിന്റെ റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ താഴെയായിട്ട് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നത്. അതായത് ഫ്രീക്വൻസി കൂടി കഴിഞ്ഞാൽ വേവ് ലെങ്ത് കുറയും. ഓക്കെ, ഇപ്രാവശ്യം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫ്രീക്വൻസി ബേസ്ഡ് ആണ്. ചിലപ്പോൾ നെക്സ്റ്റ് എക്സാമിൽ, ഡിസംബറിലെ എക്സാമിലേക്ക് ചോദിക്കുന്നത് വേവ് ലെങ്ത്തിന്റെ ബേസിലും ആയിരിക്കാം. സോ ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് കുറയും എന്നാണ് അതിന്റെ ഇൻഡിക്കേഷൻ. സോ റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് 10⁻³ to 10⁻৯ ഹെഡ്സ് എന്നുള്ളതാണ്. മൈക്രോവേവ്സിന്റെ വരുന്നത് അതിനേക്കാളും കൂടും. ഓക്കെ, 10⁻9 to 10⁻12 ഹെഡ്സിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ അതിന്റെ ഇൻക്രീസിംഗ് റേഞ്ചിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇൻഫ്രാറെഡ് വേവ്സിലേക്ക് വരുമ്പോൾ 10⁻12 to 10⁻14 ഹെഡ്സിലേക്ക് എത്തും. പിന്നെ വിസിബിൾ ലൈറ്റ്, ഓക്കെ, അതാണ് ലൈറ്റ് വേവ്സ് എന്ന് പറയുന്നത്. 4 × 10⁻14 × 7.5 × 10⁻14. ഓക്കെ, അത് മനുഷ്യന്മാരുടെ ഒരു ഹ്യൂമൻ ഐന് വിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ റേഡിയോ വേവ്സ് എന്നുള്ള ബ്രോഡ്കാസ്റ്റിംഗിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. മൈക്രോവേവ്സ് നമ്മൾ റാഡാർ, ഓവൻസിലൊക്കെ പോലെ യൂസ് ചെയ്യുന്നതാണ്. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് റേഡിയേഷനിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ വിസിബിൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ വിസിബിൾ ടു ഹ്യൂമൻ ഐസ്. ഓക്കെ,
അപ്പൊ അതിൽ ഈ ഓർഡറിനെ പഠിച്ചു വെക്കണം. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ ലൈറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞതിൽ നിന്ന് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അതിന്റെ നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അതിന്റെ വേവ് ലെങ്ത്തിന്റെ കേസിൽ ഉണ്ടാവുക. ഇവിടുന്ന് എന്ത് ചെയ്യാണ്, വേവ് ലെങ്ത് ഏറ്റവും ഹയസ്റ്റിൽ നിന്നും ലോവസ്റ്റിലേക്കാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 10⁻³ എന്ന് 10⁻⁻1 ആയി, 10⁻⁻1 എന്ന് 10⁻³ ആയി. അങ്ങനെ ഹയസ്റ്റ് വേവ് ലെങ്ത് നിന്ന് ലോവസ്റ്റ് വേവ് ലെങ്ത്തിലേക്കാണ് എന്ത് വരുന്നത്, ഈ ഒരു ഓർഡർ വരുന്നത്. സോ അതിന്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ എന്തൊക്കെയാ, ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയാണ് ചെയ്യുക. സോ നമുക്ക് നമ്മളുടെ യൂണിവേഴ്സ് ഇപ്പോൾ അടുത്ത എക്സാമിന് ചോദിക്കുമ്പോൾ ഈ 4 വേവ്സുകൾ ആയിരിക്കില്ല, ചിലപ്പോൾ 7 വേവ്സുകൾ ഉണ്ട്, അതിലേതുമായിരിക്കാം ചോദിക്കുന്നുണ്ടാവുക. സോ ഇതിന്റെ ഒരു ലിസ്റ്റ് ആണത്. അതിന്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും സ്മോളസ്റ്റ് റേഡിയോ വേവ്സ് ആണ്, പിന്നെ മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ ലൈറ്റ്. ഈ 4 നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അഡീഷണൽ ആയിട്ടുള്ള 3 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകൾ, അൾട്രാ വയലറ്റ് റേഡിയേഷൻ, എക്സ്റേ ആൻഡ് ഗാമ റേസ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ടോപ്പ് ടു ബോട്ടം. ഓക്കെ, ഏറ്റവും ടോപ്പ് നിന്ന് ബോട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി കൂടുകയാണ്, അതിന്റെ വേവ് ലെങ്ത് അപ്പൊ എന്ത് ചെയ്യുക, ടോപ്പ് ടു ബോട്ടം എത്തുമ്പോൾ കുറയാണ് ചെയ്യുന്നത്. സോ ദ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് ഇൻവേഴ്സ്, അത് ഒന്ന് കൂടിയാൽ ഒന്ന് കുറയും, അതാണ് അതിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാനുള്ള കാരണം. സോ ഈ 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകൾ നോട്ട് ചെയ്യുക. അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി വരുന്നത് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ, എക്സ്റേ ആൻഡ് ഗാമ റേ. ഇതാണ് അതിന്റെ ഒരു ഓർഡർ ആയിട്ട് വരിക. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് തമ്മിലുള്ള റേഷ്യോ. റേഡിയോ വേവിനാണോ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്? അല്ല, റേഡിയോ വേവിനാണ് ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത്. ഓക്കെ, റേഡിയോ വേവിനാണ് ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത്. അവിടെ നിന്ന് മൈക്രോവേവിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി കൂടും. ഗാമ റേസിനാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്. ഫ്രം ദ ടോപ്പ് ടു ബോട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഫ്രീക്വൻസി കൂടി കൂടി വരിക കേട്ടോ. അതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെ പറയോ? അതായത് പിന്നെ ഫ്രീക്വൻസി കൂടുക, വേവ് കുറയുന്ന പറയുമ്പോൾ ഇമ്പാക്ട് എങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? സർ, ഇമ്പാക്ട് വേവ് ലെങ്ത്തിന്റെ ഇതിൽ പറയുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ആണോ വരിക ഓർഡർ? യെസ്, വേവ് ലെങ്ത് നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 10⁻³ 10⁻⁻1 ആയി, പിന്നെ 10⁻⁻1 -3. അതായത് കുറഞ്ഞാണ് വേവ് ലെങ്ത് വരുന്നത്. അതിന്റെ ഫ്രീക്വൻസി വരൂലേ? ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും നോക്കി വെക്കാം. പിന്നെ ഇപ്പോൾ ഇതിന്റെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അപ്പോൾ നേരത്തെ അവർ ചോദിച്ചു ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളുടെ, അതായത് നമുക്ക് ആകെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ അത് ഇൻവേഴ്സ്ലി ആണ് അതിന്റെ പ്രൊപ്പോർഷൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിന്റെ ഫ്രീക്വൻസി, അതായത് അതിന്റെ ഹെഡ്സ്, അതായത് സൗണ്ടിന്റെ ഹെഡ്സ് ഒക്കെ പറയല്ലോ, നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു കേൾക്കണം എന്നുണ്ടെങ്കിൽ സൗണ്ടിന്റെ ഒരു ഹെഡ്സ് ഉണ്ട്, ഒരു 20 to 50 അങ്ങനെയൊക്കെ ഒരു ഹെഡ്സിന്റെ ഫ്രീക്വൻസികളുണ്ട്. ആ ഫ്രീക്വൻസിക്ക് അപ്പുറം പോയാലും നമുക്ക് കേൾക്കാൻ പറ്റില്ല, കുറഞ്ഞു കഴിഞ്ഞാലും കേൾക്കാൻ പറ്റില്ല. സോ അതുപോലെ തന്നെയാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കേസിൽ ഉണ്ടാവുക. സോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ വേവ് ലെങ്ത്തിന്റെ റേഞ്ച് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഓക്കെ, ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ ഓപ്ഷൻ എ, Adobe Acrobat is an examples of proprietary product. Option B, Microsoft Office is an example of commercial operating system. Option C, Linux is open source software. Option D, Ubuntu is an example of an operating system. Option E, firmware is an example of a mobile operating system. Okay, കഴിഞ്ഞ ICT ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരുന്നു. അതായത് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സിൽ അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓപ്ഷൻസുകൾ തരുന്നുണ്ട്. അതിന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള, അപ്പൊ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അഡോബ് അക്രോബാറ്റ് ഒരു പ്രോപ്രിയേറ്ററി പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു എക്സാമ്പിൾ ആണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊമേഴ്ഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ലിനക്സ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നുണ്ട്. ഉബുണ്ടു ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. ഫേംവെയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അറിയുന്നവരൊക്കെ ആൻസർ പറയാം. ഓക്കെ,
യെസ്, എല്ലാവരും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ളത് അഡോബ് ആക്രോബാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രോപ്രിയേറ്ററി പ്രൊഡക്റ്റ്. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, പ്രോപ്രിയേറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഓൺ ചെയ്യുന്നതാണ്. അത് ആർക്കും ഫ്രീലി ആയിട്ട് അവൈലബിൾ ആവുന്നതല്ല ഫോർ ഇറ്റ്സ് മോഡിഫിക്കേഷൻ ഓർ റീഡിസ്ട്രിബ്യൂഷൻ. അതായത് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസുകൾ ആ കമ്പനി ലൈസൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കമ്പനിന്റെ അസസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുന്നുള്ളൂ നമുക്കത് യൂസ് ചെയ്യാൻ. അതല്ലാതെ ഫ്രീലി നമുക്ക് അവൈലബിൾ അല്ല മോഡിഫൈ ചെയ്യാനും അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് അഡോബ് ആക്രോബാറ്റ്. അതായത് നമ്മുടെ PDF റീഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ്. അതൊരു പ്രോപ്രിയേറ്ററി സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഒരു കമ്പനി ഓൺ ചെയ്യുന്നതാണ്. ഡെവലപ്ഡ് ബൈ അഡോബ് ഇൻക് എന്ന് പറയുന്ന ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്രിയേറ്ററി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. സോ ദാറ്റ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. ഓക്കെ, അഡോബ് ആക്രോബാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പ്രോപ്രിയേറ്ററി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ ബി കൊടുത്തിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊമേഴ്ഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൊമേഴ്ഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. നമ്മളുടെ എന്താ പറയുക, വിൻഡോസ് പോലെ അല്ലെങ്കിൽ ലിനക്സ് പോലെ ഉബുണ്ടു പോലെ എന്നൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ളത്. ഇറ്റ് ഈസ് ആൻ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽസ്, പവർ പോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതൊരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസുകളാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. ഇപ്പൊ വിൻഡോസ് ഉബുണ്ടു എന്നൊക്കെ പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളായിട്ട് വരുന്നത്. സോ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഒരിക്കലും എന്തല്ല, ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. സോ അതെന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് വരുന്നത് ലിനക്സ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതാണ്. ഓക്കെ, ലിനക്സ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ലിനക്സ് എന്നുള്ളത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതായത് ഫ്രീ ആണ് അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ആണെന്ന് പറയാനുള്ള കാരണം ഇറ്റ് ഈസ് ഫ്രീലി അല്ലെങ്കിൽ അവൈലബിൾ ഫോർ എനിവൺ. അത് ആർക്കും അവൈലബിൾ ആണ്. അതേപോലെ മോഡിഫൈ ചെയ്യാൻ പറ്റും, അതേപോലെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള ഒരു ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലിനക്സ് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അതിലെ ഓപ്ഷൻ ഡി ആയിട്ട് പറയുന്നത് ഉബുണ്ടു ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. യെസ്, ഉബുണ്ടു ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നേരത്തെ തന്നെ പറഞ്ഞു, വിൻഡോസ്, ഉബുണ്ടു എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. സോ അത് ഈ ഉബുണ്ടു എന്നുള്ളത് ലിനക്സിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ലിനക്സിന്റെ ഒരു ഫോം ആണ് ഏത്, ഉബുണ്ടു എന്ന് പറയുന്നത്. സോ ഉബുണ്ടു ഈസ് എ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, ഇനി ഈ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫേംവെയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഫേംവെയർ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഫേംവെയർ എന്നുള്ളത് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല. ഫേംവെയർ എന്നുള്ളത് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമഡ് ആണ് ഇൻ ടു ഹാർഡ്വെയർസ്. അതായത് കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിലേക്ക്, അതായത് അതിന്റെ പാർട്സുകളിലേക്ക്, അതായത് റൂട്ടേഴ്സ്, പ്രിന്റേഴ്സ്, ഫോൺസുകളിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫേംവെയർ എന്നുള്ളത്. അതല്ലാണ്ട് ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല ഫേംവെയർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏകദേശം നമുക്ക് ധാരണ കിട്ടുന്നതാണ് അഡോബ് ആക്രോബാറ്റ് എന്നുള്ളത് ഒരു പ്രോപ്പറേറ്ററി പ്രൊഡക്റ്റ് ആണ്. നമുക്ക് അതിന്റെ അഡോബ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു പ്രോപ്പറേറ്ററി, അതൊരു കമ്പനി ഓൺ ചെയ്യുന്നതാണ്, അത് എല്ലാവർക്കും അവൈലബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. So it is an example of proprietary product. എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് is an example of commercial operating system. ഓക്കെ, അത് തെറ്റാണ്. നമ്മൾ പറഞ്ഞത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ്. അതിന് വേർഡ്, അതേപോലെ തന്നെ എക്സൽ, പവർ പോയിന്റ് എന്നൊക്കെ പറയുന്നത്. ലിനക്സ് ഈസ് എ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ലിനക്സ് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ലിനക്സ്. ഉബുണ്ടു ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കറക്റ്റ് ആണ്. സോ അതിൽ വരുന്നത് എയും സിയും ഡിയും ആണ് അതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, VPN സ്റ്റാൻഡ്സ് ഫോർ. VPN കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വാസ്റ്റ് പബ്ലിക് നെറ്റ്വർക്ക്, വിർച്വൽ പബ്ലിക് നെറ്റ്വർക്ക്സ്, സി വാസ്റ്റ് പ്രൈവറ്റ് നെറ്റ്വർക്ക്സ്, ആൻഡ് ഓപ്ഷൻ ഡി വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. VPN കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ യെസ്, ഒരുപാട് പേര് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. യെസ്,
ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇറ്റ്സ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. VPN കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. VPN എന്നുള്ളത് ഇറ്റ്സ് എ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഇറ്റ്സ് എ ടെക്നോളജി that allows users to create a secure and private connection over a public network. Okay, അതായത് നമ്മളുടെ സിസ്റ്റത്തിന് അല്ലെങ്കിൽ യൂസേഴ്സിന് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കണക്ഷൻ നൽകുന്നതാണ് ഒരു വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പേര് പോലെ തന്നെ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. അത് മേജറായിട്ടും ഉദ്ദേശിക്കുന്നത് ഒരു സെക്യൂർ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതൊരു സെക്യൂർ ടണലാണ്. ഓക്കെ, നമ്മുടെ ഡാറ്റകളെ എൻക്രിപ്റ്റ് ചെയ്യാനും അതിനെ സെക്യൂർ ആയിട്ട് നിർത്താനും അതേപോലെ തന്നെ നമ്മളെ ഓൺലൈൻ ആക്ടിവിറ്റി ആൻഡ് ഐഡന്റിറ്റികളൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂർ ടണലും കൂടിയാണ് വിർച്വൽ ആയിട്ടുള്ള പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ മേജർ ആയിട്ടുള്ള കുറച്ച് കീ ഫീച്ചേഴ്സുകളാണ് ഒന്ന് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, നമ്മളുടെ ഡിവൈസും ഇന്റർനെറ്റിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എല്ലാ ഡാറ്റകളെയും എൻക്രിപ്റ്റ് ചെയ്യും, അതായത് സെക്യൂർ ആക്കും എന്നുള്ളതാണ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, അതേപോലെ തന്നെ ഈ VPN വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് നമ്മുടെ ഹാക്കേഴ്സ് നിന്നും മറ്റുള്ള ട്രാക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ഇൻഫർമേഷൻസ് സ്റ്റീൽ ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ റിമോട്ട് ആക്സസ് ആണ്. ഓക്കെ, അതായത് നമുക്ക് എവിടെ നിന്നിട്ടും നമ്മുടെ ഓഫീസ് നെറ്റ്വർക്കിലേക്ക് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഓക്കെ, നമ്മുടെ ഏതൊരു സ്ഥലത്ത് നിന്നും നമ്മളിപ്പോൾ ഒരു ഓഫീസ് ഒക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു ഓഫീസ് നെറ്റ്വർക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രൈവറ്റ് ആയിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് റിമോട്ട് ആക്സസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ അനോണിമിറ്റി ആണ്. അനോണിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ IP അഡ്രസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സിനെയും അതേപോലെ തന്നെ ലൊക്കേഷൻസിനൊക്കെ ഹൈഡ് ചെയ്യാനും നമ്മുടെ ഓൺലൈൻ ഐഡന്റിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്, VPN സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബൈപാസസ് റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ഇപ്പം ചില ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് ആണെങ്കിൽ പോലും നമുക്ക് ഈ VPN യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ആ റെസ്ട്രിക്ഷൻസിനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് മേജർ ആയിട്ടും VPNന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. സോ VPNന്റെ ഫുൾ ഫോം എന്താണെന്ന് പഠിച്ചു വെക്കുക. VPN ഇസ് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് ആണ്. അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു കണക്ഷൻസ് നമ്മൾക്ക് തരിക എന്നുള്ളതാണ് മേജർ ആയിട്ടും വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ മേജർ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഒരു മാച്ച് ദ ലിസ്റ്റ് ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ഓക്കെ, അതിൽ റെക്കഗ്നീഷൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, അതിന്റെ അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ റെക്കഗ്നീഷൻ സിസ്റ്റത്തില് A MICR, B OCR, C OMR and D barcode reader. Okay, അതിന്റെ അപ്ലിക്കേഷനിൽ ഫസ്റ്റ് വൺ വരുന്ന റീഡിംഗ് ദ കാർ നമ്പർ പ്ലേറ്റ്സ്, 2 capturing product information so that it can be added to the customer's purchase total, 3 reading the numbers found on a bank check, and D reading marks written using pencil or pen on a specially printed paper. ഇത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ OMR എക്സാം എന്നൊക്കെ പറയാറുണ്ട്. OMR, അതേപോലെ തന്നെ ബാർകോഡ് റീഡർ. നമ്മളിപ്പം ഒരു കടയിലേക്ക് പോകുമ്പോൾ അവിടെ ബാർകോഡ് റീഡേഴ്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ തന്നെ ആ ബാർകോഡ് റീഡർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം അതിന്റെ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, അതേപോലെ OMR ഒക്കെ അറിയുന്നവരാണെങ്കിൽ ഓക്കെ ഏറെക്കുറെ ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ MICR, OCR പോലെയുള്ള നമ്മുടെ ഒരു റെക്കഗ്നീഷൻ സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ റെക്കഗ്നീഷൻ സിസ്റ്റത്തിന്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. യെസ്, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ D ആണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് MICR. MICR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? MICR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ യൂസ്ഡ് ബൈ ബാങ്ക് യൂസ് ചെയ്യുന്ന ടു റീഡ് ക്യാരക്ടേഴ്സ് പ്രിന്റഡ് വിത്ത് മാഗ്നറ്റിക് ഇങ്ക് ഓൺ ചെക്ക്. നമ്മുടെ ചെക്ക് ബുക്കിൽ അല്ലെങ്കിൽ ചെക്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഇങ്ക് കൊണ്ട് എഴുതിയിട്ടുള്ള ക്യാരക്ടേഴ്സുകളെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് MICR. സോ ഇറ്റ് ഈസ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ. ആ പേര് ഫുൾ ഫോം പഠിച്ചു വെക്കാം. ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ്. റീഡിംഗ് ദ നമ്പേഴ്സ് ഫൗണ്ട് ഓൺ എ ബാങ്ക് ചെക്ക്. അപ്പൊ അതായത് ബാങ്ക് ചെക്കിൽ എഴുതിയിട്ടുള്ള മാഗ്നറ്റിക് ഇങ്ക് കൊണ്ട് എഴുതിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻസ് ഉള്ളത്. സോ എ മാച്ച് ചെയ്യുന്നത് 3 ഓക്കെ, ഇനി B OCR. OCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ്.
ഓക്കെ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ടെക്സ്റ്റുകളെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേജർ ആയിട്ടും OCRകൾ ഉള്ളത്. അതായത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ, പ്രിന്റഡ് ആയിട്ടുള്ള ഹാൻഡ് റിട്ടൺ ടെക്സ്റ്റുകളെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. അതായത് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുക. ഓക്കെ, അത് മേജർ ആയിട്ടും നമ്മുടെ ഡോക്യുമെന്റ് സ്കാനിങ്ങിൽ, ഓക്കെ, ഡോക്യുമെന്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു നോട്ടിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്കാൻ ചെയ്തിട്ട് അത് ഒരു പ്രിന്റഡ് ടെക്സ്റ്റ് ആക്കിയിട്ടൊക്കെ മാറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള അതായത് ഡോക്യുമെന്റ് സ്കാനിങ്, അതേപോലെ ലൈസൻസ് പ്ലേറ്റ്സുകളൊക്കെ മേജർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് OCR അഥവാ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻസ്. സോ മേജർ ആയിട്ടും അത് ഉദ്ദേശിക്കുന്നത് റീഡിങ് ദ കാർ നമ്പർ പ്ലേറ്റ്സ് ആയിരിക്കും. അതായത് നമ്മുടെ മാച്ച് ദ ലിസ്റ്റിംഗിൽ 1നോടാണ് ഇത് മാച്ച് ആയിട്ട് വരിക. അപ്പോൾ OCR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻസ് ആണ്. അതായത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ അതായത് ഡോക്യുമെന്റ് സ്കാനിങ്, അതേപോലെ ലൈസൻസ് പ്ലേറ്റുകളൊക്കെ സ്കാൻ ചെയ്യാർക്ക് വേണ്ടിയിട്ടാണ് മേജർ ആയിട്ടും ഇത് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. ഓക്കെ, മൂന്നാമത് സി. ഇപ്പോൾ സി വരുന്നത് താഴെയാണോ? സി വരുന്നത് OMR ആണ്. OMR മീൻസ് നമ്മുടെ എക്സാമ്പിളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ. അതായത് ഇപ്പോൾ OMR എക്സാംസ് ഒക്കെ ഉണ്ടാവും, ഇപ്പോൾ പെന്ന് വെച്ചിട്ട് അതേപോലെ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യും അല്ലെ, നമ്മൾ ബബിൾ ചെയ്യുന്നതാണ്. സോ ആ ബബിൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കീക്ക് അനുസരിച്ചിട്ട് അതിനൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ, OMR. ഓക്കെ, അപ്പോൾ OMR എക്സാം എന്ന് പറയുമ്പോൾ ഇതാണ് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ ആണ്. ഓക്കെ, അതായത് ഡിറ്റക്ട്സ് മാർക്സ് മെയ്ഡ് വിത്ത് പെൻസിൽ. ആ പെൻസിൽ അല്ലെങ്കിൽ പെന്ന് കൊണ്ട് സ്പെഷ്യലി ഉണ്ടാക്കിയിട്ടുള്ള പെന്ന് കൊണ്ടൊക്കെയുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യാൻ, അത് റീഡ് ചെയ്യാൻ, അത് കറക്റ്റ് ആണോ അവർ മാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ റീഡ് ചെയ്യാനുള്ളതാണ് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ. സോ റീഡിംഗ് മാർക്സ് റിട്ടൺ യൂസിംഗ് പെൻസിൽ ഓർ പെൻ ഓൺ എ സ്പെഷ്യലി പ്രിന്റഡ് പേപ്പർ. ഓക്കെ, ലാസ്റ്റിലത് ബാർകോഡ് റീഡർ ആണ്. നമുക്കറിയാം ബാർകോഡ് റീഡർ എന്താണെന്നുള്ളത്. എസ്പെഷ്യലി നമ്മൾ എല്ലാ കടകളിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ബാർകോഡ് റീഡേഴ്സുകൾ ഉണ്ടാവും. സോ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റ് ഇൻഫർമേഷൻസുകൾ, ഇപ്പോൾ ഓരോ പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻസിനെയാണ്, അല്ലെങ്കിൽ അത് എത്ര റേറ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മേജറായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാപ്ചേഴ്സ് എന്താണ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ആഡ് ടു ദ കസ്റ്റമേഴ്സ് പർച്ചേസ് ടോട്ടൽ. ഓക്കെ, അപ്പോൾ അത് ആ പർച്ചേസ് ടോട്ടലിലേക്കൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സോ മേജറായിട്ട് പഠിച്ചു വെക്കേണ്ട കാരണം MICR മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. OMR വരുന്നത് ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ ആൻഡ് ബാർകോഡ് റീഡർ. സോ MICR വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, റീഡിങ് ദ നമ്പേഴ്സ്, അതായത് മാഗ്നറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ബാങ്ക് ചെക്കിലെ കാര്യങ്ങൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്തായിരുന്നു, നമ്മളുടെ പ്രിന്റഡ് ആയിട്ടുള്ള ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളെ ഡിജിറ്റൽ ഡോക്യുമെന്റിലേക്ക് മാറ്റുക. സോ ഇറ്റ് ക്യാൻ റീഡ് ദ കാർ നമ്പർ പ്ലേറ്റ്സ്. പിന്നെ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ, അതാണ് OMR വരുന്നത്. അതെന്ത് ചെയ്യുക, റീഡിംഗ് മാർക്സ് റിട്ടൺ യൂസിംഗ് പെൻസിൽ ഓർ പെൻ ഓർ സ്പെഷ്യലി പ്രിന്റഡ് പേപ്പേഴ്സ്. ആൻഡ് ബാർകോഡ് റീഡർ ആണ് ക്യാപ്ചറിംഗ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. IP address consists of option A 16-bit integer, option B 32-bit integer, and option C 64-bit integer, and option D 96-bit integer. ഓക്കെ, ഒരു IP അഡ്രസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സിൽ എത്ര ബിറ്റ് ഇന്റിജർ ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, an IP address consists of a 16-bit integer, B 32-bit integer, and C 64-bit integer, and D 96-bit integer. യെസ്, അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. 32-bit integers ആണ് കേട്ടോ വരിക. 32-bit integers ആണ്. സോ നമുക്ക് ആദ്യം എന്താണ് IP അഡ്രസ് നോക്കാം. ഓക്കെ, ഒരു IP അഡ്രസ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ന്യൂമറിക്കൽ ലേബലാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സിനിമയിലൊക്കെ കാണാറുണ്ട് IP അഡ്രസ് ട്രാക്ക് ചെയ്യുക. ഓക്കെ, IP അഡ്രസ് മീൻസ് ഓരോ ഫോണിന് അല്ലെങ്കിൽ ഓരോ കമ്പ്യൂട്ടേഴ്സിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ലാബിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് IP അഡ്രസ്. സോ അതിന്റെ മേജർ ആയിട്ടുള്ള രണ്ട് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സിന്റെ മേജർ ആയിട്ടുള്ള രണ്ട് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഐഡന്റിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഐഡന്റിഫൈസ് ദ ഡിവൈസ് ഓൺ എ നെറ്റ്വർക്ക്. ഓക്കെ, നമ്മുടെ ഫോൺ, കമ്പ്യൂട്ടർ, പ്രിന്റർ ഇതൊക്കെ എവിടെയാണ് അല്ലെങ്കിൽ അതിന്റെ ഐഡന്റിഫിക്കേഷൻ, അല്ലെങ്കിൽ അത് ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നത്,
അറിയാൻ ഐഡന്റിഫിക്കേഷന് വേണ്ടി നമുക്ക് IP അഡ്രസ്സുകൾ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ അഡ്രസ്സിംഗ്. ഓക്കെ, ഈ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ടുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ, അത് നമ്മുടെ ഡിവൈസിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന്റെ ഒക്കെ ഏത് ലൊക്കേഷൻ ആണെന്ന് മനസ്സിലാക്കാനും എന്തിനു പെടും, നമ്മളുടെ IP അഡ്രസ്സുകൾ കൊണ്ടുപോകും. അപ്പൊ ഇറ്റ് ഈസ് എ യുണീക്ക് ആയിട്ടുള്ള ന്യൂമറിക്കൽ ലാബിലാണ്, അതാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയുന്നത് ആൻഡ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മേജർ ആയിട്ടും ഈ IP അഡ്രസ്സ് വരുന്ന രണ്ട് രീതിയിലാണ്, IPv4 അതേപോലെ IPv6. ഓക്കെ, രണ്ട് രീതിയിലാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻസ് വരുന്നത്. സോ അതിന്റെ കാര്യങ്ങൾ നോക്കാം. സോ ഈ IPv4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32-bit അഡ്രസ് ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് 32-bit അഡ്രസ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 അതിന്റെ ഫോർമാറ്റ് വരുന്നത് 32-bit അഡ്രസ് ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത് 192.168.1.1. സോ ഇതിൽ മേജറായിട്ടും ശ്രദ്ധിക്കേണ്ടത്, മേജറായിട്ടും 4 കാറ്റഗറി ഓഫ് നമ്പേഴ്സ്, 4 നമ്പേഴ്സ് ഉണ്ടാവും, 4 നമ്പേഴ്സ് സെപ്പറേറ്റഡ് ബൈ ഡോട്ട്സ്. ഓക്കെ, ഇവിടെ ഒരു ഡോട്ട്, അപ്പൊ ഇതിന് മൂന്നിനെ ഒരു നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ ഒരു ഡോട്ട്, ഇതിന് മൂന്നും ഒരു നമ്പർ, ആൻഡ് അഗെയിൻ ദിസ് 1 നമ്പർ ആൻഡ് ദിസ് 1 നമ്പർ. അപ്പോൾ അഗെയിൻ 4 നമ്പേഴ്സ് ആണ് സെപ്പറേറ്റഡ് ബൈ ഡോട്ട്സ്. ഓക്കെ, ഇതിൽ ഈച്ച് നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 8 ബിറ്റ്സ് ആയിട്ടാണ്, 8 ബിറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ടോട്ടലി 8 + 8 + 8 + 8 ഇറ്റ് ഈസ് 32-bit അഡ്രസ് ആണ്. സോ ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് IPv4 എന്ന് പറയുന്നത്. സോ IPv4 ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, IPv4 32-bit അഡ്രസ് ആണുള്ളത്. ഓക്കെ, പക്ഷെ ഇതിന്റെ ഏറ്റവും റീപ്ലേസ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് മോഡലാണ് IPv6. ഓക്കെ, IPv6ന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 6 ആണ്. അതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128-bit അഡ്രസ് ആണ്. സോ ചിലപ്പോൾ ഈ പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ IPv4ന്റെ അഡ്രസ് ഇത് ചോദിക്കുമ്പോൾ രണ്ട് IP അഡ്രസ് കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 16 ഉണ്ടാവും, 32 ഉണ്ടാവും, 64 ഉണ്ടാവും, അഗെയിൻ 128 ഉണ്ടാവും. സോ 32 ആൻഡ് 128 കറക്റ്റ് ആൻസർ ആയിട്ട് വരും. IPv4 32ഉം IPv6 അത് 128 ആണ്. സോ ഓപ്ഷൻ B ആൻഡ് D എന്നുള്ള രീതിയിലൊക്കെ വരേണ്ടി വരും. സോ ഈ കാര്യം മനസ്സിലാക്കുക, IPv4 32-bit അഡ്രസ് വരുന്നത്, ആൻഡ് IPv6 വരുന്നത് എന്താണ് 128-bit അഡ്രസ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ 8 എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള നേരത്തെ നമ്മൾ ഡോട്ട് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തത്, ഇവിടെ കോളംസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യുന്നത്. അതൊന്നും മനസ്സിലാക്കേണ്ട. ഇതിൽ ഹെക്സാഡെസിമൽ നമ്പേഴ്സ് നമുക്കറിയാലോ, ഹെക്സാഡെസിമൽ കാറ്റഗറിയിൽ എന്തുണ്ടാവും, 0 to 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടാവും, പിന്നെ A to E വരെയുള്ള നമ്പേഴ്സുകൾ ഉണ്ടാവും. സോ അതേപോലെ ഇതിൽ, അതായത് IPv6 അഡ്രസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ടും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ IPv4 അതിന്റെ ഫോർമാറ്റിൽ 32-bit അഡ്രസ് ആണ്, IPv6 ഫോർമാറ്റ് 128-bit അഡ്രസ് ആണ്. ഓക്കെ, പിന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ് IP അഡ്രസ്സിന്റെ പർപ്പസ്. IP അഡ്രസ്സിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ലൊക്കേഷൻ അഡ്രസ്സിംഗ് ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഡിവൈസുകളാണ്, ഇപ്പൊ ഏത് ഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്രസ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് IP അഡ്രസ് കൊണ്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഫോൺ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഇപ്പൊ ഫോൺ മിസ്സാകുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒരാളെ കിഡ്നാപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് IP അഡ്രസ് വെച്ച് ട്രാക്ക് ചെയ്യാറുണ്ട്. സോ അത് എവിടെയാണ് ആ ഡിവൈസ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനും അതിന്റെ ആ മൊബൈലിന്റെ അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിന്റെ ഐഡന്റിഫിക്കേഷനും വേണ്ടിയിട്ടൊക്കെയാണ് മേജർ ആയിട്ടും IP അഡ്രസ്സുകൾ യൂസ് ചെയ്യപ്പെടാം. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോളിന്റെ വേർഷൻസ് വരുന്നത്, ഒന്ന് V4ഉം ഒന്ന് V6ഉം ആണ്. V4 ഫോർമാറ്റ് 32-bit അഡ്രസ് ആണ്, അതിൽ 4 നമ്പേഴ്സ് ആണ്, അതിൽ ഓരോന്നിനും 8 ബിറ്റ്സ് ആണ് ഉണ്ടാവുക. പിന്നെ IPv6 ഫോർമാറ്റിൽ 128-bit അഡ്രസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മേജർ ആയിട്ടും മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? ഇത് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. IPv4 32-bit അഡ്രസ് ആണ് ഉണ്ടാവുക, IPv6 128-bit അഡ്രസ് ആണ് ഉണ്ടാവുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു നെറ്റ്വർക്ക് സെക്യൂരിറ്റി? ഓക്കെ, നമ്മളുടെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു നെറ്റ്വർക്ക് സെക്യൂരിറ്റി? ഓപ്ഷൻ A ഫയർവാൾ, ഓപ്ഷൻ B worms, and option C keyloggers, and option D trojans.
യെസ്, അപ്പോൾ ഒരുപാട് സമയം കളയേണ്ട ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരിക, ഫയർവാൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഫയർവാൾ എന്ന ഹാർഡ്വെയറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് മേജറായിട്ടും നമ്മളുടെ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്കിനെയാണ് അത് നോക്കുന്നത്, മേജറായിട്ടും സെക്യൂരിറ്റി റൂൾസുകൾ. ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഡാറ്റ പാക്കറ്റ്സുകളിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ത്രെഡ്സുകൾ ഉണ്ടോ, ഡാറ്റ ഹാക്ക് ചെയ്യപ്പെടാനുള്ള അറ്റംപ്റ്റ്സുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ അൺഓതറൈസ്ഡ് ആയിട്ട് ആരെങ്കിലും നമ്മുടെ സിസ്റ്റത്തിനെ അസസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അസസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മേജറായിട്ടും ഒരു ഫയർവാൾ ഉണ്ടാവുക. അപ്പോൾ ഫയർവാൾ എന്നുള്ളതാണ് മേജറായിട്ടും ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള നമ്മുടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടേം. ഓക്കെ, ഇനി അതിൽ വോംസ്, കീലോഗേഴ്സ്, ട്രോജൻസ് ഈ 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് മലീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങളും. ഒരു വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് റിപ്ലിക്കേറ്റിംഗ് മലീഷ്യസ് പ്രോഗ്രാമാണ്. ഓക്കെ, ഒരു വോം നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വഴി അതിനെ സെൽഫ് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അക്രോസ് ഇൻ ദ ഇന്റർനെറ്റ്. ഓക്കെ, അങ്ങനെ അതിന്റെ സെൽഫ് റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മളുടെ സിസ്റ്റത്തിനെ സ്ലോ ഡൗൺ ചെയ്യാനും നമ്മളുടെ ബാൻഡ് വിഡ്ത്തുകൾ, അതായത് അത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന്റെ അതിന്റെ പവറിനെ കുറക്കാനൊക്കെ വോംസിന് സാധിക്കും. ഇറ്റ് ഈസ് എ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള മലീഷ്യസ് പ്രോഗ്രാം ആണ് വോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി കീലോഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ കീ സ്ട്രോക്ക്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡിലല്ലോ, ആ കീബോർഡിന് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസുകളും പാസ്വേഡ്സുകളും സ്റ്റീൽ ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ UPI ID അടിക്കുമ്പോൾ ആ UPI ID ഓരോ വ്യക്തിക്കും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള UPI ID ഉണ്ട് അല്ലെ, അപ്പോൾ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നമ്മുടെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ്റെ സമയത്തൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം ഈ കീലോഗേഴ്സ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീ സ്ട്രോക്കിനെ നമ്മൾ യൂസർ യൂസ് ചെയ്യുന്ന കീ സ്ട്രോക്കുകൾ റെക്കോർഡ് ചെയ്യും. സോ നമ്മൾ 4 ആണോ അടിച്ചത്, 5 ആണോ അടിച്ചത് എന്നൊക്കെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് കീ ലോഗേഴ്സ്. അപ്പോൾ ദ സോഫ്റ്റ്വെയർ ദാറ്റ് റെക്കോർഡ്സ് എവറി കീ സ്ട്രോക്ക് മെയ്ഡ് ബൈ ദ യൂസർ. ഒരു യൂസർ ആ കീ സ്ട്രോക്ക് വെച്ച് യൂസ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും റെക്കോർഡ് ചെയ്യുന്നതാണ് കീ ലോഗേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് മേജറായിട്ട് യൂസ് ചെയ്യുക നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസുകളെയും പാസ്വേഡ്സുകളൊക്കെ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ട്രോജൻസ് ആണ്. ട്രോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. നമുക്കതൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം പോലെ, അതായത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം പോലെയൊക്കെ ഫീൽ ചെയ്തിട്ട് നമ്മളൊരു മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ മേലൊരു നമ്മുടെ സിസ്റ്റത്തിലും അല്ലെങ്കിൽ ഫോണിലേക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതിനെയാണ് ട്രോജൻസ് എന്ന് പറയുക. അപ്പോൾ അത് ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ വോംസിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ആണ്. കീലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീ സ്ട്രോക്കുകളെയാണ് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ട്രോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലതായിട്ട് ഫീൽ ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് തോന്നി അതുവഴി നമ്മുടെ സോഫ്റ്റ്വെയറിനെ ഹാക്ക് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻസുകൾ സ്റ്റീൽ ചെയ്യുന്നതുമാണ് ട്രോജൻസുകളിൽ വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിലുണ്ടാവുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റോങ് സ്റ്റേറ്റ്മെന്റുകളെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ചൂസ് ചെയ്യുക, റോങ് സ്റ്റേറ്റ്മെന്റുകൾ ചൂസ് ചെയ്യുക എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, JPEG stands for Joint Photographic Exchange General. Option B, FTP stands for File Transfer Protocol. Option C, GUI stands for General User Interference. Option D, FAT stands for File Allocation Table. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും ആൻസർ ചെയ്ത പോലെ തന്നെ ഓപ്ഷൻ ബി തന്നെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ 7ഉം സിയുമാണ്. ഓക്കെ, FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. ഡി എന്ന് പറഞ്ഞാൽ FAT സ്റ്റാൻഡ് ചെയ്യുന്നത് ഫയൽ അലൊക്കേഷൻ ടേബിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് JPEG ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പോൾ JPEG സ്റ്റാൻഡ് ചെയ്ത ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്ചേഞ്ച് ജനറൽ എന്നല്ല. അപ്പോൾ JPEG ഫോം നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ JPEG ഫോർമാറ്റിലൊക്കെയാണ് സ്റ്റോർ ചെയ്യപ്പെടുക. അപ്പോൾ JPEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് എ ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ഫുൾ ഫോം ഓഫ് JPEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് ഈസ് എ ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഒരു സ്റ്റാൻഡേർഡ് ഇമേജ് ഫോർമാറ്റ് ആണ്. നമ്മൾ ഫോണൊക്കെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ അതായത് ഒരു ഫോട്ടോനെ സ്റ്റോർ ചെയ്യാനും അതിനെ കംപ്രസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോർമാറ്റ് ആണ് JPEG. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും JPEG എന്നുള്ളത്. പക്ഷെ അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. JPEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, എക്സ്ചേഞ്ച് ജനറൽ അല്ല. സോ ഓപ്ഷൻ എ തെറ്റാണ്. പിന്നീട് ബി പറഞ്ഞിട്ടുള്ളത് FTP സ്റ്റാൻഡ്സ് ഫോർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, FTP എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ആണ്. നമ്മളുടെ ഫയൽസുകളെ ട്രാൻസ്ഫർ ചെയ്യാം, അതായത് ബിറ്റ്വീൻ എ ക്ലയന്റ് ആൻഡ് എ സെർവർ. അതായത് ഒരു സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഒരു നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ആണ് യൂസർ ടു ട്രാൻസ്ഫർ ഫയൽസ് ബിറ്റ്വീൻ എ ക്ലയന്റ് ആൻഡ് എ സെർവർ. അപ്പോൾ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നതാണ് FTP. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമതായിട്ട് GUI സ്റ്റാൻഡ്സ് ഫോർ ജനറൽ യൂസർ ഇന്റർഫേസ്. ഓക്കെ, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് GUI-ന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. ഓക്കെ, GUI സ്റ്റാൻഡ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. അതായത് നമ്മുടെ വിഷ്വൽ വേ ഓഫ് ഇന്ററാക്ടിങ്, നമ്മുടെ ഐക്കൺസ് വെച്ചിട്ട് ബട്ടൺസ് വെച്ചിട്ടൊക്കെ നമ്മൾ കമ്പ്യൂട്ടേഴ്സിനോട് ഇന്ററാക്ട് ചെയ്യും. ടാബ്ലറ്റ് അതേപോലെ തന്നെ ഫോൺ, അതിലൊക്കെ നമ്മൾ ഓരോ ഐക്കൺസും അത് വാട്സപ്പിന് ഇന്ന ഐക്കൺസ് അല്ലെങ്കിൽ ബട്ടൺസ്, ഓക്കെ, അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന വിഷ്വൽ വേ ഓഫ് പ്രോസസ്സുകളെയാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫിയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ജനറൽ യൂസർ ഇന്റർഫേസിന്റെ ഫുൾ ഫോം. സോറി, GUI-ന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് FAT ആണ്. FAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഫോർ ഫയൽ അലൊക്കേഷൻ ടേബിൾ. കറക്റ്റ് ആണ്. FAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ അലൊക്കേഷൻ ടേബിൾ തന്നെയാണ്. ഓക്കെ, അത് മേജറായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഹാർഡ് ഡ്രൈവുകളിൽ അതേപോലെ USB ഡ്രൈവിലൊക്കെ സ്റ്റോർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ, അതിന് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഫയലുകളെ മാനേജ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് ഫയൽ അലൊക്കേഷൻ ടാബ്. നമ്മുടെ USB ഡ്രൈവുകളിൽ അതേപോലെ ഹാർഡ് ഡ്രൈവ്സ്, ഓക്കെ, ഹാർഡ് ഡിസ്കിലും അതേപോലെ തന്നെ USB ഡിസ്കിലും ഒക്കെ സേവ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ മാനേജ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫയൽ അലൊക്കേഷൻ ടാബിൾ. അതിന് കുറച്ച് എക്സാമ്പിൾ ആണ് FAT 16, FAT 22 ഒക്കെ പറഞ്ഞിട്ട് 32 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ഇതിൽ JPEG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ് ആണെന്നുള്ളതും അതേപോലെ തന്നെ GUI എന്നുള്ളത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്നുള്ളതാണ് അതിൽ മാറി കൊടുത്തിട്ടുള്ളത്. സോ എയും സിയുമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. യെസ്, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The process of typing CAPTCHA is a variation on നമ്മൾ ക്യാപ്ച വെരിഫിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് ചില റിസൾട്ട് ഒക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ചില സൈറ്റുകളിലൊക്കെ കയറുമ്പോൾ നമ്മൾ നിങ്ങൾ ഹ്യൂമൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ ഹ്യൂമൻ ഇന്റലിജൻസും അതേ കമ്പ്യൂട്ടർ ഇന്റലിജൻസും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ക്യാപ്ചകൾ ഉണ്ടാവുക. സോ അതിന്റെ പ്രോസസ് ഓഫ് ടൈപ്പിംഗ് ക്യാപ്ച ഈസ് എ വേരിയേഷൻ ഓൺ എന്തിന്റെ ആണെന്നുള്ളതാണ്. ഇറ്റ്സ് ട്യൂറിംഗ് ടെസ്റ്റ് ആൻഡ് ടേണേഴ്സ് ടെസ്റ്റ്, F ടെസ്റ്റ് ആൻഡ് T ടെസ്റ്റ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യെസ്, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ക്യാപ്ചന്റെ ഫുൾ ഫോം ആദ്യം മനസ്സിലാക്കണം. ക്യാപ്ച സ്റ്റാൻഡ് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. ഓക്കെ, കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ആണ്. അത് ആ പേരിൽ തന്നെയുണ്ട്, ഫുൾ ഫോമിൽ തന്നെയുണ്ട്. ഇറ്റ് ഇസ് എ പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. കമ്പ്യൂട്ടേഴ്സും ഹ്യൂമൻസും അപ്പാർട്ട് ആണ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. ഓക്കെ, ഇതാണ് ക്യാപ്ചന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. സോ ഇതിൽ നമ്മുടെ ഒരു ഹ്യൂമൻ ഓർ മെഷീൻ ആണോ എന്നുള്ള കാര്യത്തിനൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മേജർ ആയിട്ടും ഈ ക്യാപ്ച ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ ട്യൂറിംഗ് ടെസ്റ്റ് ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് അലൻ ട്യൂറിംഗ് ആണ് 1950s. ഓക്കെ, അപ്പോൾ മെഷീന്റെ എബിലിറ്റി, അതായത് ഒരു ഇന്റലിജന്റ് ബിഹേവിയർ, അതായത് ഒരു
സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അത് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമന്റെ ബിഹേവിയർ ആണോ അല്ലെങ്കിൽ ഒരു മെഷീൻ ബിഹേവിയർ ആണോ എന്നൊക്കെ അതിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് മേജറായിട്ടും ട്യൂറിംഗ് ടെസ്റ്റ് അലൻ ട്യൂറിംഗ് 1950s അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യം ഇത് മനസ്സിലാക്കിയാൽ മതി. ഈ ക്യാപ്ച എന്ന് സ്റ്റാൻഡ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. അതാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. സോ ആ ഒരു ഫുൾ ഫോം അറിയുന്ന ആൾക്ക് ഇത് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ട്യൂറിംഗ് ടെസ്റ്റ് എന്നുള്ളത് പറയാൻ പറ്റും. ദ പ്രോസസ് ഓഫ് ടൈപ്പിംഗ് ക്യാപ്ച ഈസ് എ വേരിയേഷൻ ഓൺ ട്യൂറിംഗ് ടെസ്റ്റ്. ഓക്കെ, ഇനി അതിൽ ടേണേഴ്സ് ടെസ്റ്റ് ഒരു റെക്കഗ്നൈസ് ഉള്ള കമ്പ്യൂട്ടർ റിലേറ്റഡ് ടെസ്റ്റ് ഒന്നുമല്ല. പിന്നെ എഫ് ടെസ്റ്റും ടി ടെസ്റ്റും നമ്മളെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകളാണ്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പുകളുടെ വേരിയൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേജറായിട്ടും എഫ് ടെസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ടി ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ഗ്രൂപ്പുകളുടെ മീനുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടി ടെസ്റ്റ് ഉണ്ടാവുക. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ട്യൂറിംഗ് ടെസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഈ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. ഓക്കെ, 9ാമത്തേതാണ് CD-ROM സ്റ്റാൻഡ്സ് ഫോർ. ടേണർ ടെസ്റ്റ് പ്ലാജറിസം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ ഓക്കെ. യെസ്, നമുക്ക് അധികം സമയം കളയണ്ട. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. CD-ROM സ്റ്റാൻഡ് ചെയ്യുന്നത് കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി എന്നുള്ളതാണ്. സോ CD-ROM സ്റ്റാൻഡ് ചെയ്യുന്നത് കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് മീഡിയ, ഒരു സ്റ്റോറേജ് മെക്കാനിസം ആണ് ടു സ്റ്റോർ ഡാറ്റ പെർമനന്റ്ലി. ഒരു ഡാറ്റ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ് CD-ROMകളിൽ ഉണ്ടാവുക. സോ അത് മീൻ ചെയ്യുന്നത് ഡാറ്റ ക്യാൻ ബി റീഡ്, അത് നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷെ കനോട്ട് ബി മോഡിഫൈഡ് ഓർ ഇറേസ്ഡ്. ഓക്കെ, അത് ഒരു പ്രാവശ്യം സ്റ്റോർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ എറേസ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പറ്റില്ല എന്നുള്ളതാണ് CD-ROMന്റെ പ്രത്യേകത. കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി, അതിനെ റീഡ് ചെയ്യാം ബട്ട് ഇറ്റ് കനോട്ട് ബി മോഡിഫൈഡ് ഓർ ഇറേസ്ഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ കോമ്പാക്ട് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്. അത് മേജറായിട്ടും ഡിജിറ്റൽ ഫോർമുകളിൽ ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീഡ് ഓൺലി മെമ്മറി ആയിട്ട് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദ ഡാറ്റ ഈസ് പ്രീ റെക്കോർഡഡ് ആൻഡ് കനോട്ട് ബി ചേഞ്ച്ഡ് ബൈ ദ യൂസർ. ഓക്കെ, അതിനെ ഓൺലി റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, കനോട്ട് ബി റിട്ടേൺ ഓർ ഇറേസ്ഡ്. അതിനെ ഇറേസ് ചെയ്യാനോ അതിനെ മേലെ ഒന്ന് മോഡിഫൈ ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങനെയുള്ള മെമ്മറികളെയാണ് CD-ROM മെമ്മറീസ് അല്ലെങ്കിൽ കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറീസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു മേജറായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട്. CD-ROM മേജറായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർസ്, ഗെയിംസ്, എൻസൈക്ലോപീഡിയസ്, മ്യൂസിക്, മൾട്ടിമീഡിയ കണ്ടന്റുകളൊക്കെയാണ്. പിന്നെ CDR, അതിന്റെ വേറൊരു ഫോമാണ് CDR എന്ന് പറഞ്ഞാൽ. അത് CD-ROMന്റെ വേറൊരു ഫോമാണ് CDR. CDR നമ്മുടെ കോമ്പാക്ട് ഡിസ്ക് റെക്കോർഡബിൾ ആണ്. ഓക്കെ, ക്യാൻ ബി റിട്ടേൺ വൺസ് ബൈ ദ യൂസർ. അതായത് ഒരു പ്രാവശ്യം എന്ത് ചെയ്യാം, അതിനെ മാറ്റാൻ പറ്റും. ക്യാൻ ബി റിട്ടേൺ വൺസ് ബൈ ദ യൂസർ എന്നതാണ് കോമ്പാക്ട് ഡിസ്ക് റെക്കോർഡബിൾ ആയിട്ട് വരുന്നത്. പിന്നെ CDRW, ഇറ്റ്സ് കോമ്പാക്ട് ഡിസ്ക് റീറൈറ്റബിൾ ആണ്. ഇറ്റ് ക്യാൻ ബി ഇറേസ്ഡ് ആൻഡ് റീറിട്ടൺ മൾട്ടിപ്പിൾ ടൈംസ്. ഓക്കെ, അതിനെ ഇറേസ് ചെയ്യാനും റീറിട്ടൺ ചെയ്യാനും പറ്റും. അങ്ങനെയുള്ളതാണ് കോമ്പാക്ട് ഡിസ്ക് റീറൈറ്റബിൾ. ആ പേരിൽ തന്നെ ഉണ്ട് റീറൈറ്റബിൾസ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഒരു മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു February 28, 2025 പ്രകാരം ഒരു ഹയസ്റ്റ് ഗ്രോസിംഗ് ഇന്ത്യൻ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹയസ്റ്റ് ഗ്രോസിംഗ് ടു ദ ലോവസ്റ്റ് ഗ്രോസിംഗ്. ഹയസ്റ്റ് ഗ്രോസിംഗ് നിന്ന് ലോവസ്റ്റ് ഗ്രോസിംഗിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബാഹുബലി 2 കൊടുത്തിട്ടുണ്ട്, RRR, പുഷ്പ 2 ആൻഡ് KGF Chapter 2 ആൻഡ് ദംഗൽ. ഓക്കെ, യെസ്, അത് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഓൾറെഡി സിനിമയും ഒക്കെ റിലീസായി, അതിന്റെ കളക്ഷൻസ് ഒക്കെ വന്നതാണ്. സോ അതിന്റെ ഒരു ഫോർമാറ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദംഗൽ ഏകദേശം 2070 crores ഉണ്ടാക്കിയിട്ടുണ്ട്. ബാഹുബലി ടു ദ കൺക്ലൂഷൻ 1788 crore ആണ്. പുഷ്പ ദ റൂൾ പാർട്ട് 2 1742 crores ആണ്. RRR
1230 crores and KGF chapter 2 1215 crores. ഓക്കെ, ഇതാണ് അതിന്റെ മേജർ ആയിട്ടും അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ക്ലാസ്സിലുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഓക്കെ, നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.